പൂവ് എന്താണെന്നല്ലേ? ചേനക്കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ പൂവിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇത് നമ്മുടെ ചേനപ്പൂവാണ്. ഇത് വലിയൊരു ചേനപ്പൂവാണ് കേട്ടോ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം പന്നിയൊക്കെ കുത്തി ചേനയൊക്കെ കുറവായിരുന്നു. എങ്കിലും എനിക്ക് ആവശ്യമുള്ള ചേനപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ചേനപ്പൂ പറിച്ച് നല്ലൊരു തോരൻ വയ്ക്കാനാണ്. അധികം ആൾക്കാരും ചേനപ്പൂ വെച്ചിട്ട് മസാലക്കറിയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. പക്ഷെ ഞാൻ പലതരത്തിലുള്ള വിഭവങ്ങൾ ഈ ചേനപ്പൂ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് ആദ്യം ചേനപ്പൂ ചെയ്യേണ്ടത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഈ പൂവ് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മസാലക്കറിയായി വെച്ചാൽ നമ്മൾ ഇറച്ചി കറി മാതിരി ഉണ്ടാവും, അത്രയും ടേസ്റ്റാണ്. അതേപോലെ തന്നെ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഈ തോരൻ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി. അത്രയും ടേസ്റ്റുള്ളൊരു തോരൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പം ഈ ചേനപ്പൂവൊന്നും കിട്ടാനില്ല എങ്കിൽ ഒരു ചേന നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അത് നട്ടുപിടിപ്പിച്ച് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം, ചില ചേനകൾ 2 വർഷമൊക്കെ നിൽക്കേണ്ടി വരും പൂവുണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പം നല്ലൊരു ചേനപ്പൂ തോരനായാലും കറിയായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിന് വെളിച്ചെണ്ണയാണ് വേണ്ടത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഇട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള നീളത്തിലരിഞ്ഞ സവോളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയ കുനുകുനാന്ന് അരിഞ്ഞത് ചേർക്കരുത്. നമുക്ക് ടേസ്റ്റ് ഒന്നുകൂടെ കൂടണമെങ്കിൽ ഇങ്ങനെ നീളത്തിലരിഞ്ഞതായിരിക്കണം. അങ്ങനെ കൂടുതൽ വാട്ടിയെടുക്കാനും പാടില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി അവ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തോരന് ആവശ്യമുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിടി തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മുടെ ചേനപ്പൂവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് തേങ്ങ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്താൽ നമ്മുടെ ചേനപ്പൂ തോരൻ റെഡിയായി.